സുനന്ദ പുഷ്കറിന്റേത് ആസൂത്രിത അരും കൊലയെന്ന് ദില്ലി പോലീസ് വൃത്തങ്ങൾ. കൊലപാതകത്തിൽ IPL ബന്ധം തള്ളിക്കളയാനാകില്ല. ശശി തരൂരിനെ ചോദ്യം ചെയ്യാൻ ദില്ലി പോലീസിന്റെ പ്രത്യേക സംഘം ഉടൻ കേരളത്തിലേക്ക് പുറപ്പെടുമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ പറഞ്ഞു. അതേസമയം ദില്ലി പോലീസിനെതിരെ ശശി തരൂർ ദില്ലി പോലീസ് കമ്മീഷണർക്ക് എഴുതിയ കത്ത് പുറത്തായി. കേസിൽ തന്റെ പേര് പറയാൻ ജോലിക്കാരനെ പോലീസ് മർദ്ദിച്ചുവെന്ന് കത്തിൽ തരൂർ ആരോപിക്കുന്നു. കോൺഗ്രസ് MP ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണം ക്രൂരമായ കൊലപാതകം തന്നെയെന്നാണ് ദില്ലി പോലീസ് വിശദീകരിക്കുന്നത്. എയിംസ് അധികൃതർ നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസ് ഇത്തരമൊരു കണ്ടെത്തലിലെത്തിയതും. സുനന്ദയുടെ മരണത്തിന് കാരണം വിഷം കഴിച്ചതോ കുത്തിവെച്ചതോ ആകാമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കൊലപാതകത്തിൽ ശശി തരൂരിന് പങ്കുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് ആവശ്യമെങ്കിൽ ദില്ലിയിലെ പ്രത്യേക അന്വേഷണ സംഘം കേരളത്തിലേക്ക് പോകുമെന്നും ദില്ലി പോലീസ് കമ്മീഷണർ BS ബസ്തി പറഞ്ഞു. As far as questioning is concerned, whatever is necessary has been done. Whatever will be necessary will be done, and at the right time we will be sharing information with you also. If necessary, team definitely will go to wherever it is required to go. സുനന്ദയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വിഷം ഏതെന്ന് കണ്ടെത്തുന്നതിനും അതിന്റെ അളവ് കണ്ടെത്തുന്നതിനും സുനന്ദയുടെ ആന്തരികാവയവങ്ങൾ വിദേശത്തെ ലാബുകളിൽ പരിശോധന നടത്താൻ കോടതിയിൽ നിന്നും അനുമതി വാങ്ങുമെന്നും ബസ്തി പറഞ്ഞു. അതേസമയം സുനന്ദ കേസിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി HP ചൗധരി പറഞ്ഞു. അതിനിടെ സുനന്ദ കേസ് അന്വേഷണത്തിൽ ശശി തരൂർ കൃത്യമായി ഇടപെട്ടിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തുവന്നു. തന്റെ വീട്ടുവേലക്കാരനെ അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തി തനിക്കെതിരെ മൊഴി നൽകാൻ പറയുന്നുവെന്ന് കാണിച്ച് ശശി തരൂർ ദില്ലി പോലീസ് കമ്മീഷണർക്ക് കഴിഞ്ഞ നവംബറിൽ അയച്ച കത്താണ് പുറത്തുവന്നത്. സുനന്ദ പുഷ്കറുടെ മരണം ഒരു വർഷമായിട്ടും അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് സുനന്ദ പുഷ്കറുടെ മരണത്തിന് കാരണമായതെന്തെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ സുനന്ദയുടെ മരണം കൊലപാതകമാണെന്ന സ്ഥിരീകരണത്തിലേക്കാണ് ദില്ലി പോലീസ് എത്തുന്നത്. ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ ആരുടേതാണെന്നാണ് ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താനുള്ളതും. ദില്ലിയിൽ നിന്നും ബിജേഷ് നടുവിൽ. സുനന്ദയുടെ കൊലപാതകത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കാതിരുന്നത് ഉന്നത ഇടപെടൽ മൂലമാണെന്നും പിണറായി ആരോപിച്ചു. ശശി തരൂർ MP സ്ഥാനം ഒഴിയണമെന്നും വിഷയത്തിൽ സോണിയാഗാന്ധി പ്രതികരിക്കണമെന്നും മഹിളാ അസോസിയേഷനും ആവശ്യപ്പെട്ടു. എന്നാൽ ശശി തരൂർ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചത്. സുനന്ദ പുഷ്കറിന്റെ മരണം കൊലപാതകമാണെന്ന ദില്ലി പോലീസിന്റെ വെളിപ്പെടുത്തലോടെ ശശി തരൂർ MPക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സുനന്ദയുടെ കൊലപാതകത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കാത്തത് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മൂലമാണെന്നും പിണറായി വിജയൻ ആരോപിച്ചു. സ്വാഭാവികമായും ഇത്തരമൊരു സംഭവം നടന്നാൽ തരൂരുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ഗൗരവമായി നടക്കേണ്ടിയിരുന്നത്. അത്തരം അന്വേഷണം നടന്നില്ല എന്നതും ഇതിനകത്തുണ്ടായ ഗൗരവമായ പാളിച്ചയാണ്. അതുകൊണ്ട് അന്വേഷണം ഇത്രയും വെളിപ്പെട്ട സാഹചര്യത്തിൽ വേഗം തന്നെ നടത്തുകയും പൂർത്തിയാക്കുകയും വേണം. എന്നാൽ തരൂർ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും കാര്യങ്ങൾ നിയമാനുസൃതം മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ഇങ്ങനെയൊരു ഇത് വന്നതിൻ്റെ പേരിൽ ആക്ഷൻ പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതൊക്കെ അതിൻ്റെ സമയത്ത് നിയമാനുസൃതമായിട്ട് വരുന്ന സംഗതിയാണ്. അതേസമയം തരൂരിന്റെ രാജി ആവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷൻ രംഗത്തെത്തി. സുനന്ദയുടേത് കൊലപാതകമാണെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ തരൂർ MP സ്ഥാനം ഒഴിയണമെന്നും വിഷയത്തിൽ സോണിയാഗാന്ധി പ്രതികരിക്കണമെന്നും PK ശ്രീമതി MP ആവശ്യപ്പെട്ടു. വളരെ ബഹുമാന്യയായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഈ മൗനം ദീക്ഷിക്കുന്നു? എന്തുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നില്ല? പ്രതികരിക്കണ്ടേ? MP സ്ഥാനത്തിരിക്കുന്ന ശശി തരൂർ ധാർമ്മികമായ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അദ്ദേഹം തൻ്റെ ആ പദവി ധാർമ്മികത എന്നുണ്ടെങ്കിൽ അത് രാജിവെച്ച് പിന്നീട് അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കട്ടെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് സ്വാശ്രയ കോളേജുകൾക്ക് ഇളവ്. പരീക്ഷ എഴുതിയ എല്ലാവരെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 10 മാർക്ക് മിനിമം മതിയെന്ന നിബന്ധന സർക്കാർ പിൻവലിച്ചു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് സഹായകരമാകുന്നതാണ് സർക്കാരിന്റെ പുതിയ പ്രോസ്പെക്ടസ്. പ്രവേശന പരീക്ഷകളിൽ യോഗ്യത നേടുന്നതിന് കുറഞ്ഞത് 10 മാർക്ക് വേണമെന്ന നിബന്ധന സർക്കാർ ഒഴിവാക്കി. ഇതോടെ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. ഇനി മുതൽ +2-ന് ഭേദപ്പെട്ട മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷയിൽ -മാർക്കോ 0 നേടിയാലും പ്രവേശനം നേടാം. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ പഠനം ഉറപ്പാക്കാനാണ് പുതിയ തീരുമാനമെന്നാണ് മന്ത്രി PK അബ്ദുൾ റബ്ബിന്റെ വിശദീകരണം. നമ്മുടെ സ്ഥാപനങ്ങൾ നിലനിൽക്കുവാനും ഇവിടെയുള്ള കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കുവാൻ വേണ്ടിയുള്ള പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. അതിനപ്പുറം ഇനി നമുക്ക് ചെയ്യാനില്ല.
ഇതിലും പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ ഇതിലും മുന്നോട്ട് പോകാനോ വയബിളായിട്ട് സ്ഥാപനങ്ങൾ കൊണ്ടുപോകാനോ കഴിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഹൈക്കോടതി പറയേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു സ്വാഭാവിക മരണം ഉണ്ടാവും. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് മാത്തമാറ്റിക്സിന് മാത്രം 45% മാർക്കും ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് മൊത്തം 45% മാർക്കും മതിയാകും. എന്നാൽ മെഡിക്കൽ പ്രവേശനത്തിൽ 2 പേപ്പറുകളിലായി കുറഞ്ഞത് 50% മാർക്ക് നേടിയവരെ മാത്രമേ പരിഗണിക്കൂ. ചുരുക്കത്തിൽ ഇതിലൂടെ പ്രവേശന പരീക്ഷയുടെ പ്രസക്തി തന്നെ ഇല്ലാതാകും. ഏപ്രിൽ 20 മുതൽ 23 വരെയാണ് പ്രവേശന പരീക്ഷ നടക്കുക. കേരളത്തിലെ 300ഓളം കേന്ദ്രങ്ങളിലും മുംബൈ, ദില്ലി, ദുബായ് എന്നിവിടങ്ങളിലുമായാണ് പരീക്ഷകൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫ്രാൻസിലെ മാധ്യമ സ്ഥാപനത്തിന് നേരെ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. വിഖ്യാത കാർട്ടൂൺ സ്ഥാപനമായ ചാർലി ഹെബ്ഡോയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മുഖംമൂടി ധരിച്ചെത്തിയ 2 തീവ്രവാദികൾ സ്ഥാപനത്തിനുള്ളിൽ കടന്ന് വെടിവെക്കുകയായിരുന്നു. വെടിവെപ്പിൽ ഗുരുതര പരിക്കേറ്റ 5 പേരുടെ നില ഗുരുതരമാണ്. മരിച്ച 9 പേർ മാധ്യമപ്രവർത്തകരും 2 പേർ പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. സ്ഥാപനത്തിനുള്ളിലുണ്ടായിരുന്ന 40 പേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ വരച്ചതിനെ തുടർന്ന് 2011 ചാർലി ഹെബ്ഡോയ്ക്ക് നേരെ ബോംബാക്രമണം നടന്നിരുന്നു. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് PP വാസുദേവൻ തുടരും. 4 പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. മലപ്പുറം ജില്ലയിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് PP വാസുദേവൻ പറഞ്ഞു. വൻ റാലിയോടെ സമ്മേളനത്തിന് സമാപനമായി. CPIM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി PP വാസുദേവൻ തുടരാൻ ഐക്യകണ്ഠേനയായിരുന്നു തീരുമാനം. സെക്രട്ടറിയായി PP വാസുദേവനെ ഏകകണ്ഠേന വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സഹകരണ മേഖലയിൽ കരുത്തുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച PP പാർട്ടിയെ സംഘടനാ തലത്തിൽ കെട്ടുറപ്പും ജനകീയ അടിത്തറയുമുള്ളതാക്കി മാറ്റി. അധികാരവും പണവും ഉപയോഗിച്ച് മുസ്ലിം ലീഗ് ജില്ലയിൽ നടത്തുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധം തീർത്താണ് PP പാർട്ടിയുടെ കരുത്ത് കാത്തത്. 35 അംഗ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. നിലവിലെ കമ്മിറ്റിയിൽ നിന്ന് VV ഗോപിനാഥും KP രമണനും ഒഴിവായി. P രാധാകൃഷ്ണൻ, കിഴിശ്ശേരി പ്രഭാകരൻ, P ഹംസക്കുട്ടി, അബ്ദുള്ള നവാസ് എന്നിവരാണ് പുതിയ അംഗങ്ങൾ. സഖാക്കളായ കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, തോമസ് ഐസക്, പാലൊളി മുഹമ്മദ് കുട്ടി, A വിജയരാഘവൻ, P കരുണാകരൻ തുടങ്ങിയവരാണ് സമ്മേളന നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ ഫാസിസത്തിനുമെതിരെയുള്ള സമരാഹ്വാനവുമായാണ് മലപ്പുറം ജില്ലാ സമ്മേളനം സമാപിക്കുന്നത്. പൊന്നാനിയിൽ നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലിഹ്. സംസ്ഥാനത്തെ പഞ്ചായത്ത് വിഭജനം മതത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദഫലമായിട്ടാണ് ഈ നടപടിയെന്നും കോടിയേരി പറഞ്ഞു. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. ഓരോ മതവിഭാഗത്തിന് സ്വാധീനമുള്ള കേന്ദ്രങ്ങൾ പ്രത്യേകമായി വേർതിരിച്ച് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും രൂപീകരിക്കാനുള്ള നീക്കം ഈ നാട്ടിൽ സാമുദായിക വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കും. മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഒരു ഭരണത്തിൽ, ഒരു വകുപ്പിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചാൽ അത് ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ കോൺഗ്രസ് പാർട്ടി ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് മുൻകൈ എടുക്കുന്നില്ല? CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയും മറുപടി പ്രസംഗവും നടന്നു. 234 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ക്രിയാത്മക ചർച്ചകളാണ് നടന്നത്. സമാപന ദിവസമായ നാളെ പുതിയ ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കും. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തഗോപൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയും മറുപടി പ്രസംഗവുമാണ് ഇന്ന് നടന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 234 പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 3 വർഷക്കാലം CPIM ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ട പ്രവർത്തനങ്ങളും ഭാവി പരിപാടികളും ചർച്ചാ വിഷയമായി. KGS ഗ്രൂപ്പ് വീണ്ടും കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ആറന്മുള വിമാനത്താവളത്തിനെതിരെ സമരം ശക്തമാക്കണമെന്ന് കോഴഞ്ചേരിയിൽ നിന്നുള്ള പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയിൽ കർഷകർക്കൊപ്പം സമരപരിപാടികൾ ശക്തമാക്കണമെന്ന് മലയോര ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പൊതുചർച്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി K അനന്തഗോപൻ മറുപടി പ്രസംഗം നടത്തി. ഇതിനുശേഷം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പ്രതിനിധികളെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ മറുപടി പ്രസംഗം നടത്തി. സമാപന ദിവസമായ നാളെ ജില്ലാ ഭാരവാഹികളെയും പുതിയ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും. 8000-ഓളം പേർ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ചിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തോടെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് സമാപനമാകും.
ക്യാമറമാൻ ജയപ്രകാശിനും റിപ്പോർട്ടർ ലെസ്ലി ജോണിനുമൊപ്പം ദിൽജിത്ത് CG, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ദേശീയ ഗെയിംസിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന റൺ കേരള റണ്ണിനെതിരെ ലോകായുക്തയിൽ പരാതി. പരിപാടിയുടെ ടെൻഡറിൽ ക്രമക്കേട് നടന്നതായാണ് പരാതി. റൺ കേരള റണ്ണിലൂടെ അഴിമതിക്കുള്ള നീക്കം നടക്കുന്നതായും പരാതിയിൽ ആരോപിക്കുന്നു. തിരുവനന്തപുരം സ്വദേശി പാഴ്ചിറ നവാസാണ് പരാതിക്കാരൻ. കേസ് ലോകായുക്ത വെള്ളിയാഴ്ച പരിഗണിക്കും. കൃത്യമായ പരിശീലനമില്ലാതെയാണ് കേരളത്തിന്റെ തുഴച്ചിൽ താരങ്ങൾ ഈ മാസം 31 ആരംഭിക്കാനിരിക്കുന്ന നാഷണൽ ഗെയിംസിലെ കയാക്കിംഗ്, റോവിംഗ്, കാനോയിങ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക. മത്സരത്തിനും പരിശീലനത്തിനും ഉപയോഗിക്കേണ്ട വള്ളങ്ങൾ 17-ന് ശേഷമേ ആലപ്പുഴയിലെത്തുകയുള്ളൂ. എന്നാൽ മത്സരത്തിൽ പങ്കെടുക്കേണ്ട മറ്റ് 7 ടീമുകൾ നവംബർ മാസത്തിൽ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനിടെ കോടികൾ മുടക്കി അടിസ്ഥാന സൗകര്യമൊരുക്കുന്ന തിരക്കിലാണ് സംഘാടകർ. ജനുവരി 31 മുതലാണ് തുഴച്ചിൽ മത്സരങ്ങൾ ആലപ്പുഴയിൽ നടക്കുന്നത്. 70-ലധികം താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ഇവർക്ക് പരിശീലനം നടത്താനുള്ള വള്ളങ്ങൾ പോലും ഇനിയും നാട്ടിലെത്തിയിട്ടില്ല. 17-ാം തീയതിക്ക് ശേഷം മാത്രമേ വള്ളങ്ങൾ കൊച്ചി തുറമുഖത്തെത്തുകയുള്ളൂ. ഇതിനുശേഷം ഒരാഴ്ച മാത്രമാണ് ഇവർക്ക് പരിശീലനത്തിനായി ലഭിക്കുക. 50-ലധികം വള്ളങ്ങളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്താനുള്ളത്. 4 കോടിയിലധികം രൂപ മുടക്കിയാണ് വള്ളങ്ങൾ കൊണ്ടുവരുന്നത്. വള്ളങ്ങൾ എത്താത്തത് മൂലം കൃത്യമായ പരിശീലനം പോലും നടത്താൻ താരങ്ങൾക്ക് കഴിയുന്നില്ല. ഈ മത്സരം നടക്കുന്ന വെന്യൂയിൽ ഇതുവരെ കേരളത്തിന്റെ കയാക്കിംഗ് കനോയിങ് ടീമോ റോയിങ് ടീമോ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എന്നാൽ മത്സരങ്ങൾ നടത്താൻ വേണ്ട അടിസ്ഥാന സൗകര്യമൊരുക്കുന്ന തിരക്കിലാണ് സംഘാടകർ ഇപ്പോൾ. 10 കോടിയിലധികം രൂപയാണ് റോഡിനും സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പിൽ കല്ലുകെട്ടുന്നതിനുമായി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ 10-1 തുക ചിലവഴിച്ചിരുന്നുവെങ്കിൽ നെഹ്റു ട്രോഫി മത്സരം നടക്കുന്ന പുന്നമടക്കായലിൽ ഇതിലും നന്നായി മത്സരങ്ങൾ നടത്താൻ കഴിയുമായിരുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലത്ത് 1300 മീറ്റർ ഉണ്ട്. അത് ഈസി ആയിട്ട് നടത്താവുന്ന കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവർ പറയുന്നത് 4 ട്രാക്കാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് 2000 മീറ്ററേ നടക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ കണക്ക് തന്നെ വേമ്പനാട്ട് കായലിൻ്റെ നടുക്കുന്ന സ്റ്റാർട്ട് ചെയ്തിട്ട് സായിയുടെ പരിസരത്ത് ഫിനിഷ് ചെയ്യുന്ന രീതിയാക്കാം. ഇത് മറികടന്നാണ് സ്വകാര്യ വ്യക്തിക്ക് റിസോർട്ട് നിർമ്മിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കാൻ സംഘാടകർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്നാവശ്യപ്പെട്ട് സന്നിധാനത്ത് അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡ് വിവാദമാകുന്നു. പ്രധാനമന്ത്രിക്ക് നിവേദനം അയക്കാൻ തീർത്ഥാടകരിൽ നിന്ന് ഒപ്പ് ശേഖരിക്കാനെന്ന പേരിലാണ് നരേന്ദ്രമോദിയുടെ ചിത്രം പതിച്ച ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. സന്നിധാനത്ത് അനധികൃതമായി പരസ്യ ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് ഈ ലംഘനം. സന്നിധാനത്ത് മാളികപ്പുറം ക്ഷേത്രത്തിന് മുൻവശത്തായി ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങൾ ലംഘിച്ച് നരേന്ദ്രമോദിയുടെ ചിത്രം പതിച്ച ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് വിവാദമാകുന്നു. രാഷ്ട്രീയ മതസംഘടനകളുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളോ നേതാക്കളുടെ ചിത്രങ്ങളോ കട്ടൌട്ടുകളോ അനധികൃതമായി സന്നിധാനത്ത് സ്ഥാപിക്കരുതെന്ന നിയമം നിലനിൽക്കെയാണ് ദേവസ്വത്തിന്റെ മൗനാനുവാദത്തോടെയുള്ള ഈ ലംഘനം. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള ഒപ്പ് ശേഖരണത്തിനു വേണ്ടി അഖില ഭാരത അയ്യപ്പ സേവാ സേന എന്ന തട്ടിക്കൂട്ട് സംഘടനയാണ് ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഒപ്പ് ശേഖരണമോ മറ്റു പ്രവർത്തനങ്ങളോ യാതൊന്നും സന്നിധാനത്ത് നടക്കുന്നില്ല. നരേന്ദ്രമോദി സന്നിധാനത്ത് വരുമോ എന്നതിനെക്കുറിച്ച് യാതൊരു ചർച്ചയോ തീരുമാനമോ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് അധികൃതരും BJP നേതാക്കളും ഉൾപ്പെടെ പറയുന്നു. സന്നിധാനത്തെ വർഗീയ ശക്തികളുടെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഈ ബോർഡ് സ്ഥാപിക്കലെന്ന് ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി വാസുദേവൻ നമ്പൂതിരി ആരോപിക്കുന്നു. കേന്ദ്രത്തിൽ ഇപ്പോൾ മാറി വന്നിട്ടുള്ള സർക്കാരിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ചില വർഗീയ ശക്തികളുടെ സ്വൈരവിഹാര കേന്ദ്രമാക്കി മാറ്റുവാനുള്ള ഗൂഢനീക്കത്തെ കേരളത്തിലെ ബഹുജനങ്ങളും ഭക്തസമൂഹവും നോക്കിക്കാണണം എന്നാണ് ഒരു പ്രധാന വിഷയം. ശബരിമലയുടെ ക്ഷേമത്തിനു വേണ്ടി ഒരു പ്രധാനമന്ത്രിയുടെ ചിത്രം ക്ഷേത്രം മുന്നിൽ പ്രദർശിപ്പിച്ചതിൽ എന്താണ് തെറ്റ് എന്ന മറുചോദ്യം ഒരുപക്ഷെ ഉന്നയിച്ചേക്കാം. എന്നാൽ ശബരിമലയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ചിലരുടെ ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്ന് ഭക്തജനങ്ങൾ സംശയിക്കുന്നു. ക്യാമറാമാൻ വിനോദിനൊപ്പം VG മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം. 20ാമത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള 100 കിലോ സ്വർണ്ണ സമ്മാന പദ്ധതിയുടെ ആദ്യ നറുക്കെടുപ്പിലെ വിജയിയെ പ്രഖ്യാപിച്ചു. ദുബായ് ദേറയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് ഡയറക്ടറും അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ MM രാമചന്ദ്രനാണ് വിജയിയെ പ്രഖ്യാപിച്ചത്. ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധി ഫത്ത് അൽ അബ്ദുള്ള, ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് ജനറൽ മാനേജർ ടോമി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിന്റെ ഭാഗമായി നടന്ന കലാപരിപാടികൾ കാണികൾക്ക് ആകർഷകമായി.